ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വേദ ഒട്ടും പ്രതീക്ഷിക്കാതെ ജഡ്ജിന്റെ കാരണത്തടിക്കുന്ന പോലത്തുള്ള ഒരു തിരിച്ചടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അച്ഛനുമായിട്ട് സംസാരിക്കുകയാണ്. അച്ഛനും അതുപോലെ തന്നെ ഏട്ടനും ഉണ്ട്. അപ്പോൾ നിനക്ക് ഞാനൊരു ഓഫർ ചെയ്യാം. നിന്റെ വിക്രമിന്റെ ജീവിതം ജയിലഴിക്കുള്ളിലാകരുത് എന്നാ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ, അവനെ സുരക്ഷിതമായിട്ടായിരിക്കണം എന്നാ നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ അവനെ വിട്ടയക്കാം. പക്ഷേങ്കിൽ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു. ഈ നിമിഷം നീ ഞങ്ങളുടെ കൂടെ വീട്ടിലേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ചില തെറ്റുകൾ കാലം മറക്കും, പക്ഷെ ചില തെരഞ്ഞെടുപ്പുകൾ അത് തലമുറകളോളം വേട്ടയാടിക്കൊണ്ടിരിക്കും. നീ തെരഞ്ഞെടുത്തത് നമ്മുടെ കുടുംബത്തിന്റെ വരുംകാല തലമുറകളെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള തീരുമാനമാണ്. മോളെ പറ, എന്ത് തീരുമാനിച്ചോ? അയ്യോ, ഇതുവരെ കാണാത്ത ശ്രീയേട്ടന്റെ മറ്റൊരു മുഖവും ഞാനിപ്പോ കണ്ടു എന്ന് പറഞ്ഞു വേദ. അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതെന്താ ബ്ലാക്ക് മെയിലിംഗ് ആണോ? ഇത് അവന്റെ മാത്രമല്ല എന്റെയും തീരുമാനമാ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ജയിലിൽ കിടക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. അത് നീ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. പുറത്തിറങ്ങിയാൽ മതി എന്നാണെങ്കിൽ നീ ചെന്ന് കയറിക്കോ എന്ന് വേദയോട് പറയാണ് കേട്ടോ. അപ്പൊ വേദ വേഗം ആലോചിച്ചത് അമ്മയോട് പറഞ്ഞ വാക്കാണ്. മോളെ, ഇനി അവനെ ഓർത്ത് കരയാൻ എനിക്ക് വയ്യ മോനെ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പുറത്തിറക്കണം. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിച്ച് പറയുകയാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞാണ് കമലാമ്മ കരഞ്ഞത്. അപ്പൊ അതാണ് വേദയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയ ഒരു കാര്യം കേട്ടോ. അപ്പൊ കുറച്ചു നേരം വേദ ഇങ്ങനെ അത് ആലോചിച്ചു നിന്നു. എന്നിട്ട് അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്നിട്ട് കാറിന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പൊ ഇവര് വേഗം പ്രതീക്ഷിച്ചത് വേഗം തന്നെ കാറിൽ കയറാൻ പോവാണ് എന്ന് ഓർത്ത് ഇവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കേട്ടോ. എന്നിട്ട് കാറിന്റെ ഡോർ ഒന്ന് തുറന്നു. ആഹാ, എന്താ ഒരു സന്തോഷം! സ്വന്തം വിശ്വാസങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചും പ്രവർത്തിക്കാവൂ എന്നാണ് അച്ഛൻ എന്നെ പഠിച്ചിട്ടുള്ളത്. അതുവരെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും അത് തന്നെയാ ചെയ്യുന്നത്. അതുകൊണ്ട് അച്ഛനെ ധിക്കരിച്ച മകളാണ് എന്നുള്ള ഒരു തോന്നൽ അത് വേണ്ട എന്ന് പറഞ്ഞ് തുറന്ന ഡോറ അങ്ങോട്ടേക്ക് അടച്ചുട്ടോ. നിങ്ങളുടെ ഓഫർ തൽക്കാലം എനിക്ക് വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. വാടാ എന്ന് പറഞ്ഞ് ജസ്റ്റിസും അതുപോലെ തന്നെ മകനോടെ തുള്ളി തെറിച്ച് അങ്ങ് പോവാണ്. നല്ല സന്തോഷിച്ചതായിരുന്നു. പക്ഷെ വേദ ഇങ്ങനെ മുൾമുനയെ കൊണ്ട നിർത്തിയിട്ട് താഴോട്ട് അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്തത്. നമ്മുടെ കമലേനെയും ശ്രീജേനെയാണ് രണ്ടുപേരുടെ അമ്പലത്തിൽ തൊഴാൻ വന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും വന്നു തൊഴുതു. അപ്പൊ തിരുമേനി മകന്റെ പേരില് എല്ലാ വഴിപാടുകളും ചെയ്തിട്ടുണ്ട്. ഒരു ടെൻഷനും വേണ്ട. ആൾക്ക് ഇത്തിരി മോശ സമയമാണ്, പക്ഷേ അയാളുടെ ജീവിതത്തിൽ വന്നു ചേർന്ന ആളുടെ സമയം കേമാട്ടോ. അതെ, കേട്ടിട്ടില്ലേ ഗ്രഹണങ്ങള്? അതെ, കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം എന്നൊന്നും പറയാൻ പറ്റില്ല തിരുമേനി, സംഭവിച്ചേ ഉള്ളൂ. മതിയല്ലോ. യോഗം എന്ന് പറയുന്നത് എങ്ങനെയാ വന്നു ഭവിക്കാന്ന് ആർക്കായി പറയാൻ പറ്റുക? പാണ്ഡവർക്ക് 5 പേർക്ക് ഭാര്യയാവാൻ ദ്രൗപദിക്ക് എന്താ പറയാ യോഗം ഉണ്ടായത് കണ്ടില്ലേ? തേടിയത് എന്തായാലും നിങ്ങള് നേടിയത് എന്തായാലും പങ്കിട്ടെടുത്തോളൂ എന്ന് കുന്തിദേവിക്ക് പറയാൻ തോന്നിയില്ലേ? ആ കുട്ടിയെ അയാളുടെ ജീവിതത്തിലേക്ക് ദൈവം അയച്ചതാണെന്ന് വിചാരിച്ചോളൂ. ഒരു സമാധാനക്കാരനും വേണ്ട. അയാൾക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ആ കുട്ടി മുഖാന്തരം തന്നെ പരിഹരിക്കപ്പെടും. ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സാക്ഷാൽ പാർവതി ദേവി തന്നെ വന്ന് കയറിയതെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. എന്താണെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. കമലയ്ക്കും ശ്രീജിക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ അത് കേട്ടപ്പോ തന്നെ മനസ്സിനൊരാശ്വാസം. ഇത്രയും നേരം ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി എന്നൊക്കെ പറയാം. അതുപോലെ നിന്നിരുന്നവരുടെ മുഖത്ത് വേഗം തന്നെ ഒരു സന്തോഷവും ചിരിയും ഒക്കെ വന്നു കേട്ടോ. അപ്പൊ ഭഗവതിയുടെ മുന്നിലെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. നീ കാത്തോണേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാണുന്നത് അതേണ്ട കോടതിയിലാണ്. അപ്പൊ അതേണ്ട വിക്രമനെയും കൊണ്ടുകൊണ്ട് നമ്മുടെ സാബു സാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ജഡ്ജും മകനും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജഡ്ജി ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കി ശങ്കർനാരായണൻ ദേഷ്യപ്പെട്ടവനെ. അപ്പൊ എന്റെ ശ്രീഹരി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ശ്രീ ചെന്നിട്ട്, ഡാ, ഒന്നെങ്കിൽ സ്വയം വെളിവുണ്ടാവണം, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാൽ കേൾക്കാനുള്ള ബോധം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതം അവസാനിക്കുക. മനസ്സിലായോടാ? ദേ, നിനക്ക് അന്നേ വാണിംഗ് തന്നതാ, നീ കേട്ടില്ല. എന്താടാ നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ? അയ്യോ ഇല്ലളിയോ, ഒട്ടും എനിക്ക് തോന്നുന്നില്ലളിയോ എന്ന് പറഞ്ഞു. ആരാടാ നിന്റെ അളിയൻ എന്ന് ചോദിച്ചു. അതെ, അവൾ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോ
താൻ എന്റെ അളിയനായല്ലേ പറ്റുള്ളൂ, പിന്നെങ്ങനെ ശരിയാവും? ദേഷ്യം വരുമ്പോ എന്റെ അച്ഛൻ സുധാകരൻ മാഷു പറയും, തെങ്ങടിച്ചാൽ പന വീഴും പോലെ വളർന്നല്ലോടാന്ന്. അത്രയും വളർന്നിട്ടും താൻ ഇപ്പോഴും തന്റെ അച്ഛന്റെ ഡ്രൈവറാ എന്ന് ചോദിച്ചോ. അപ്പൊ സാർ അവിടെ വന്നിട്ട് ഡോ എന്ന് വിളിച്ചോ. കൊരക്കല്ലേ, ജസ്റ്റിസിന്റെ മകൻ എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ കോടതിയിൽ അങ്ങ് പറയും. സിമ്പിൾ. അവിടെ അമ്മായിയച്ഛനും മരുമോനൊന്നുമില്ല, പ്രതിയും ജഡ്ജിയും മാത്രമല്ലേ ഉള്ളൂ. അതെ, കേസിൽ കുടുക്കി കോടതിയിൽ കൊണ്ടുപോകുമ്പോഴല്ലാതെ ഒരു ദിവസം നേരിട്ട് വാ, ഒരു ദിവസം നിന്റെ ആംബിയർ എത്രയാന്ന് ഞാൻ അളന്നു തരാം. എന്താ നീ നോക്കുന്നോ എന്ന് ശ്രീയെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. ഒന്നും നോക്കിയില്ല. അപ്പൊ നാണമായി പോയി ശ്രീതിക്ക്. വേണ്ടായിരുന്നോ, എത്രയും വേഗം എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോ സാറേ, അല്ലെങ്കിൽ ഏമാൻ എന്നെ തൂക്കാൻ വിധിച്ചിട്ട് വേണം ഉണ്ണാൻ പോകാൻ. വേഗം ചെല്ലു സാറേ എന്ന് പറഞ്ഞു. അപ്പൊ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് പോലീസുകാരെ അകത്തേക്ക് പോവാണ്. സാർ പറയണേ, ഞാൻ പറഞ്ഞില്ലേ അസാമാന്യ കോൺഫിഡൻസ് ആണ്, അത് പൊട്ടിക്കാൻ എത്ര നോക്കിയിട്ട് പറ്റണമില്ല. പൊട്ടിക്കാടോ, അവന്റെ എല്ലാ കോൺഫിഡൻസും ഇന്ന് തകർത്ത് തരിപ്പണാക്കാം, താൻ നോക്കിക്കോ എന്ന് സാറിന്റെ കോൺഫിഡൻസ് കൊടുത്തോണ്ട് ശ്രീ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. എല്ലാം കാണാനായിട്ട് സാക്ഷിയായിട്ട് വന്നിരിക്കുകയാണ് ആള്. വേഗം സന്തോഷത്തിലിങ്ങനെ എങ്ങനെങ്കിലും അവനെ അകത്താക്കണം എന്നുള്ളൊരു ഒറ്റ വിചാരം. പിന്നെ കാണുന്നത് നമ്മുടെ രാധേനെയാണ്. രാധ ഇതേ കെട്ടിയും പെറുക്കി അങ്ങോട്ടേക്ക് വന്ന് അയ്യോ വിക്രമേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ രാജേട്ടനുണ്ട്, അനിയൻകൂട്ടനുണ്ട്, ജോസോട്ട്, എല്ലാവരോട് എന്റെ പൊന്നോ അവളിന്ന് കോളമാക്കുന്ന ലക്ഷണ, എടാ വേഗം ചെന്ന് അവളെ പിടിയിടാ എന്ന് പറഞ്ഞ് ഇവരും പുറകെ ചെല്ലുകയാണ്. അപ്പൊ നമ്മുടെ സാർ വന്നിട്ട് സന്തോഷേ, ദേ ഇവനുണ്ടല്ലോ, ഇവൻ മുറ്റു സാധനമാ, ഇവൻ ചാടിപ്പോവാതെ നോക്കിക്കോണം, രക്ഷപ്പെട്ടു പോവാതെ, അതുകൊണ്ട് ഞാൻ PP ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് സാർ അകത്തേക്ക് പോയി. ഈ സമയത്താണ് നമ്മുടെ രാധയുടെ വരവ്. അയ്യോ വിക്രമേട്ടാ, വിക്രം എന്ത് പറ്റി നിനക്ക്, എന്തിനാ നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇവരും അങ്ങോട്ടേക്ക് വന്നു, അനിയും കൂട്ടനും രാജേട്ടനും ഒക്കെ കൂടെ. എന്താ സാറേ, നിങ്ങക്ക് നാട്ടുകാരെ മുഴുവൻ എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാന്നാണോ? ഇതെന്താ സാറേ വെള്ളരിക്കപ്പെട്ടണോ എന്ന് ചോദിച്ചു. എടാ പാടാ അനിയൻകുട്ടാ, നീ ഏതാ മോളെ, ഇത് സ്ഥലം ഏതാന്ന് നിനക്കറിയോ? നീ വേഗം പോവാൻ നോക്ക. രാധേ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു രാജേട്ടൻ. ഇവളെ എന്തിനാ രാജേട്ടൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്നെ കെട്ടിയെടുത്തൊന്നുമല്ല, ഞാൻ കാര്യം അറിഞ്ഞിട്ട് തന്നെ വന്നതാ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ആ പെണ്ണിന്റെ ഉദ്ദേശം എന്താണെന്ന്. ആ പെണ്ണിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ ഈ കേസ് പുലിവാലും ഒക്കെ ഇല്ലാതാവുമെങ്കിൽ നിനക്ക് അത് ചെയ്തുകൂടെ വിക്രം? നമ്മുടെ ഇടയില് എന്തിനാ ഇങ്ങനൊരു പെണ്ണ്? ആഹാ, നീ കൊള്ളാലോടെ നിന്റെ സെറ്റപ്പ്. ഒരു സമയത്ത് 2 പേരെയാണോ നീ ഹാൻഡിൽ ചെയ്യുന്നത്? പോക്കൃത്തരം പറഞ്ഞാലേ കോടതി ഞാൻ നോക്കില്ല. എന്നാ പിന്നെ നീ ഒന്ന് നോക്കടാ, എങ്കിൽ കാര്യം കുറച്ചുകൂടി എളുപ്പമാവും എന്ന് പറഞ്ഞു പോലീസുകാരൻ. വിക്രം ആലം പാക്കല്ലേ എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ നോക്കുമ്പോ നീയായിട്ട് അടുത്തുണ്ടാക്കല്ലേ. എന്നാൽ ഇവിടെ ആദ്യം ഇവളെ കൊണ്ട് പോവാൻ നോക്ക്. ഞാൻ പോവില്ല, നിന്റെ കേസിൽ എന്താ തീരുമാനമെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു രാധ ഒറ്റക്കാലല്ലേ. വിക്രമിന്റെ കാര്യത്തിൽ പേടിക്കണ്ട മോളെ, ശ്രീനിവാസ സാറ് എന്താണെങ്കിലും ജയചന്ദ്രൻ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തന്നെ പോവും ഉറപ്പ് എന്ന് പറഞ്ഞു. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. നീ ബലമായി കെട്ടിയ താലിയുടെ പേരിലല്ലേ അവൾ അവിടെ വന്ന് താമസിക്കുന്നത്, അത് നീ ബലമായിട്ട് തന്നെ അങ്ങ് പൊട്ടിച്ചു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു രാധ. അതിനുശേഷം വരുന്ന കേസൊക്കെ നമുക്കങ്ങ് പറഞ്ഞു തീർക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ജയചന്ദ്രൻ വക്കീല് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വക്കീൽ വന്നപ്പോഴത്തേനും വേഗം രാധയ്ക്ക് ഒരു സമാധാനവും ഇല്ല. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അതെന്ത് ചോദ്യം വക്കീലെ, ഈ പുറമെ കാണിക്കുന്ന ബലമൊക്കെ ഉള്ളോ, ഉള്ളില് നന്നായി പേടിച്ച് തന്നെ ഇരിക്കുകയായിരിക്കും. എനിക്കറിഞ്ഞൂടെ വിക്രമിനെ? അപ്പൊ രാധ ഇങ്ങനെ നോക്കണം. എന്ത് വന്നാലും ഇന്ന് ജാമ്യം കിട്ടണം വക്കീലെ, ഫീസ് എത്രയായാലും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല വക്കീലെ. ആദ്യം ഇവരെ ഈ കോടതി വരാത്തതൊന്ന് മാറ്റാം, അല്ലെങ്കിൽ തനിക്ക് ഒരു കാലത്ത് ജാമ്യം കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പൊ രാധ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. തന്റെ കാര്യം ശ്രീനിവാസ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം, നോൺ അവൈലബിൾ ആണ്, ജാമ്യം കിട്ടാൻ പ്രയാസമായിരിക്കും, സാഹചര്യം ഒക്കെ തനിക്ക് എതിരുവാണ്, എന്നാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അതിനിടയിൽ മിസ്ബിഹേവ് ചെയ്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, മാതിരി ആളുകളുമായിട്ട് ഇവിടുന്ന് പോവാൻ പറ എന്ന് പറഞ്ഞു. എന്നിട്ട് വക്കീൽ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പൊ ദയവ് ചെയ്ത് എന്നെ ഒന്ന് ദ്രോഹിക്കാതെ പോയി തരുവോ, എങ്ങനെയെങ്കിലും ഈ സാധനത്തിനെ ഒന്ന് കൊണ്ടുപോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ എന്നെ ഇവിടെ നിർത്താതെ കോടതിയിലേക്ക് കൊണ്ടുപോ സാറേ എന്ന് പറഞ്ഞ് വിക്രത്തിനെ കൂട്ടി പോലീസുകാരകത്തേക്ക് പോയി. അപ്പൊ രാധ അവിടെ നിൽക്കാണ്. ഈ സമയത്താണ് നമ്മുടെ വക്കീല് ഇറങ്ങി വരുന്ന സമയത്ത് സാബു സാറ്, വക്കീലെ കാണാൻ ഞാൻ നിൽക്കുകയായിരുന്നു. എന്താ സാറേ? വക്കീലെ കാണാനായിട്ട് ഒരാൾ കാത്തു നിൽപ്പുണ്ട്. ആരാ എന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ, ജസ്റ്റിസ് ശങ്കർ നാരായണ സാറിന്റെ മകൻ വക്കീലിന്ന് ഹാജരാകാൻ പോകുന്നത് വിക്രത്തിന് വേണ്ടിയിട്ടല്ലേ?
അത് ഇന്ന് സാറിന്റെ കോടതിയിലാണ് വരുന്നത്. ഒരുപാട് ആലോചിച്ച് ഫ്രെയിം ചെയ്ത കേസാത്. വക്കീലെന്ന് ആ വക്കാലത്തൊഴിയണം. താൻ എന്താണോ പറയുന്നത്? വക്കാലത്തൊഴിയാനോ എന്ന് ചോദിച്ചു. അതെ അതെ, ജഡ്ജി സാറ് പ്രത്യേകം പറഞ്ഞതാ. അത് എന്താണെങ്കിലും നമുക്ക് ഇപ്പൊ തൽക്കാലം ജഡ്ജി ആരും ഇല്ലെങ്കിൽ ഒരു 14 ദിവസം അവനെ റിമാൻഡിന് അയക്കാം. കാപ്പ ചുമത്തിയ കേസല്ലേ. അതിനുശേഷം ഞങ്ങൾ എന്താണെങ്കിലും കേസിന് ഇത് കൊടുക്കണമല്ലോ. സാർ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. താൻ എന്താണോ പറയുന്നത്? സാറ് ജസ്റ്റിസിന്റെ മകനുമായിട്ട് സംസാരിച്ച ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി. സാറേ അതെ, സാറ് ഒരു കുടുംബത്തിൽ പറഞ്ഞൊരു പെണ്ണിറങ്ങി പോകുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. സാറൊന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് വിടുകയാണ് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ശ്രീകാന്തും ഈ ജയശങ്കറും കൂടെ സംസാരിച്ചു കേട്ടോ. സംസാരിച്ച ശേഷം ഇയാളുടെ മനസ്സങ്ങ് മാറിപ്പോയി കേട്ടോ ആകെ. ഇപ്പൊ വിക്രത്തിന്റെ അടുത്തേക്ക് വരികയാണ് ജയശങ്കർ. വന്നിട്ട് കേസ് എപ്പോഴാ വക്കീലെ വിളിക്കുക എന്ന് ചോദിച്ചു. രാജേട്ടൻ അത് ജഡ്ജിക്ക് സൗകര്യമുള്ളപ്പോൾ വിളിച്ചോളും, ഞാൻ എന്തായാലും ഈ കേസ് നടത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാവരും ഞെട്ടിപ്പോയി. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? ഇപ്പൊ അപ്പുറത്തൂടെ പോയിട്ട് വന്നപ്പം പെട്ടെന്ന് കേസ് മാറേ. എന്താ കേസ് നടത്തുന്നില്ലെന്നോ എന്ന് ചോദിച്ചു രാധ. അതെ, ഞാൻ ഈ വക്കാലത്ത് അങ്ങ് ഒഴിയുകയാണ്. സോറി വിക്രം. പണിയാ വക്കീലെ, ഈ സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ വിചാരിച്ച ഈ കേസിൽ ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും വേണ്ടിയില്ല കേട്ടോ സാറേ, ഈ സമയത്ത് സാറ് ഇങ്ങനെ പറഞ്ഞ ഒഴിയല്ലേ, ഞങ്ങള് വേറെ ആരെ നോക്കാനാ എന്ന് ചോദിച്ചു. രാധ ഇങ്ങനെ നിൽക്കാണ്. കേസ് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാ എങ്ങനെയാ സാറേ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സോറി, എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാറങ്ങ് പോകാൻ തുടങ്ങിയപ്പം വേഗം തന്നെ വിക്രം വിളിച്ചിട്ട് സാറേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. നമ്മുടെ സാർ വക്കാലത്ത് ഒഴിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സാബുവിനെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പൊ ചിരിച്ചപ്പോ തന്നെ കാര്യമൊക്കെ നമ്മുടെ എന്താ പറയാ വിക്രത്തിന് മനസ്സിലായിട്ടോ. നിങ്ങളെ കേസ് ഏൽപ്പിച്ചത് ശ്രീനിവാസ സാർ അല്ലേ? ആ അപ്പൊ ശരി സാറേ. എന്തോന്നു ശരി? നീ എന്താടാ ഭീഷണിപ്പെടുത്തുവാണോ എന്ന് ചോദിച്ചു. എന്താ ഇനി അതുകൂടി ചാർജ് ചെയ്യണോ ഞാൻ എന്നായിരുന്നു അടുത്തത് സാബു സാറിന്റെ ചോദ്യം. അപ്പം നമ്മുടെ രാജേട്ടനെ നോക്കി. അപ്പൊ രാജേട്ടൻ വേഗം തന്നെ നമ്മുടെ ശ്രീനിവാസ സാറിനെ വിളിച്ച് കാര്യം അങ്ങ് പറയാണ് കേട്ടോ. അപ്പൊ ശ്രീനിവാസ സാറ് ആ ശരി എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. ശ്രീനിവാസ സാറ് നേരെ വിളിക്കുന്നത് ദേ വക്കീലിനെയാണ്. വക്കീലിനെ വിളിച്ചു. ഹലോ സാറേ എന്ന് വിളിച്ചു കേട്ടോ. അപ്പൊ എടുക്കണോ വേണ്ടെന്നൊക്കെ ആദ്യം ഒന്ന് ആലോചിച്ചെങ്കിലും താൻ വക്കാലത്ത് ഒഴിഞ്ഞോടോ? വിചാരിച്ച പോലെ ഒരു കേസ് അല്ല സാർ അത് അവൻ ജാമ്യം കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ പിന്നെ അപ്പീർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതൊന്നും എനിക്ക് ഇപ്പോഴാണോ ബോധ്യം വന്നത്? ബുദ്ധി വൈകി ഉദിച്ചാലും അത് ബുദ്ധി തന്നെയല്ലേ. തനിക്കിതിന്റെ കോൺസിക്വൻസ് അറിയാലോ അല്ലേ? പേടിപ്പിക്കല്ലേ, ഇത് കോൾ റെക്കോർഡിംഗ് ആട്ടോ സാറേ എന്ന് പറഞ്ഞു വക്കീല് തിരിച്ച്. നമ്മുടെ ശ്രീനിവാസ സാറിനട്ട് ഇലക്ഷനൊക്കെ വരാൻ പോലെ സാറ് എമ്മാതിരിയുള്ള ഗുണ്ടകളെയൊക്കെ വിട്ടുപിടി, രാഷ്ട്രീയ ഭാവിക്ക അതായിരിക്കും നല്ലത്. എന്റെ വക്കീൽ ലൈഫിന് ജസ്റ്റിസ് ശങ്കർ നാരായണനെ പിണക്കാതിരിക്കണം. അതുകൊണ്ട് വക്കാലത്തൊഴിയുന്നത് കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ സാറേ. ശരി എന്ന് പറഞ്ഞു ഈ വക്കീല് ഫോൺ വെച്ചു. എന്നിട്ട് ആളങ്ങ് പോവാണ്. അപ്പൊ വേണ്ട വിക്രമിന്റെ കേസ് അടുത്തതായിട്ട് വിളിക്കുകയാണ് കേട്ടോ. CR 284 അക്യൂസ്ഡ് വിക്രം സുധാകരൻ എന്ന് കോടതി വിളിച്ചു. അപ്പൊ വിക്രം സുധാകരനെ ഇതേണ്ട കോടതി മുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ തന്നെ നമ്മുടെ ജഡ്ജിന് ഭയങ്കര സന്തോഷമായിട്ടോ. ഇവന് ഈ രീതി കാണാനായിട്ട് കാത്തിരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് കേസ് ഫയലൊക്കെ പഠിച്ചിട്ട് അപ്പൊ വേഗം തന്നെ ഇതിങ്ങനെ എടുത്ത് നോക്കുകയാണ്. സാബു സാറും ശ്രീയും അതുപോലെ തന്നെ രാധയും ഒക്കെ ഉണ്ട്. കാപ്പ് ചുമത്തിയ കേസാണല്ലോ PP. എന്താടോ? അതെ സാർ, ഇയാള് ഒരുപാട് കേസിലെ പ്രതിയാണ് സാർ. പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 8ഓളം കേസുകൾ നിലവിലുണ്ട് സാർ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നിലും ശിക്ഷിക്കപ്പെട്ടില്ലേ സാർ? അത് പല തവണയായി CJM കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ടുള്ള കേസുകളാണ് സാർ. ശരി, ഇപ്പോഴത്തെ കേസ് എന്താ എന്ന് ചോദിച്ചോ. യുവർ ഓണർ, വധശ്രമമാണ്. ഇത് കേട്ടപ്പോ തന്നെ വിക്രത്തിന് കണ്ണ് തള്ളിപ്പോയിട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്. അതെ, KCP എന്ന രാഷ്ട്രീയ സംഘടനയുടെ മുരളി എന്ന രാഷ്ട്രീയ നേതാവിനെ അയാൾ അസുഖമായിട്ട് ആശുപത്രി കിടന്നപ്പോൾ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ് സാർ കേസ് എന്ന് പറഞ്ഞു. അപ്പൊ രാധ വേഗം ചാടി എഴുന്നേറ്റിട്ട് അല്ല രാജേട്ടാ, ഒന്ന് ഉണ്ണിയാ രാജേട്ടാ എന്ന് പറഞ്ഞു. ഒന്ന് മിണ്ടാതിരി, ഇത് കോടതിയാ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുന്നു. പ്രതിക്ക് വേണ്ടിയിട്ട് വക്കീൽ ഹാജരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ ആരും ഹാജറില്ല കേട്ടോ. അപ്പൊ ഇല്ലല്ലേ വിക്രമിനോട് ചോദിച്ചപ്പോ വിക്രം ഇല്ല എന്ന് പറഞ്ഞു. ഏതായാലും കാപ്പ ചുമത്തിയ കേസല്ലേ, ഒരു 2 ആഴ്ച റിമാൻഡിൽ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു.
അതിനുശേഷം ഹിയറിംഗ് ആവാം എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അപ്പൊ ഇത് ഭയങ്കര സന്തോഷിച്ചിരിക്കുകയായിരുന്നു. വക്കീലിനെ വെക്കാൻ നിവർത്തിയില്ലാത്ത ആളാണെങ്കിൽ കോടതി അറേഞ്ച് ചെയ്തു തരാം എന്താ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇവരെല്ലാവരും പരിഹസിച്ച് ചിരിച്ചു. അപ്പൊ മറ്റൊരാളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് കേട്ടോ, ഐ ആം ഹിയറിംഗ് എന്ന് പറഞ്ഞോണ്ട്. യുവർ ഓണർ എന്ന് പറഞ്ഞ അടുത്ത വക്കീൽ എഴുന്നേറ്റു. പ്രതിക്ക് വേണ്ടിയിട്ട് വക്കീൽ ഹാജരുണ്ട്, ഇതാ വക്കാലത്ത് എന്ന് പറഞ്ഞ് ജസ്റ്റിസിന്റെ കയ്യിലേക്ക് ഈ വക്കാലത്ത് നോട്ടീസ് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേരും ആകെ ശങ്കർ നാരായണന്റെ കിളി പോയി. വക്കീലാണോ അപ്പിയർ ചെയ്യുന്നത്? അല്ല സാർ, എന്റെ സീനിയറാ. ആളെവിടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കുമാണ് ദേണ്ട വരുന്നു, മറ്റാരുമല്ല നമ്മുടെ ദർശൻ. ഒന്നും പറയണ്ട, ജസ്റ്റിസിന്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിൽ പരം അടി കിട്ടാൻ ഇനി എന്താ ഉള്ളത്? തന്റെ മരുമകനാകാൻ കൊതിച്ച ആള് തന്നെ ഇതേണ്ട അപ്പിയർ ചെയ്തു. ഇത് കണ്ട് വിക്രം വേഗം ആലോചിച്ചെടുത്തു ഇതാരാ എന്നുള്ള കാര്യം. അപ്പൊ ദർശനെ പരിചയപ്പെടുത്തിയിരുന്നു വേദാന്ന്. അപ്പൊ പുറകെ തന്നെ വേദയും കയറി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയും കൂടെ പറയണ്ടല്ലോ. രണ്ടുപേരുടെ വന്നപ്പോ തന്നെ നമ്മുടെ ശങ്കർ നാരായണന്റെ കോൺഫിഡൻസ് എല്ലാം ഇടിഞ്ഞു താന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അപ്പോഴത്തേനും വേഗം തന്നെ ജസ്റ്റിസിന്റെ മനസ്സിലേക്ക് വന്നത് വേദ പറഞ്ഞ കാര്യമാണ്. അച്ഛൻ പറഞ്ഞല്ലോ എന്റെ കഴുത്ത് കിട്ടിയത് ഒരു തെമ്മാട് കിട്ടിയ താലിയെന്ന്. അതെ, അത് ശരി തന്നെയാണ്. പക്ഷേ എങ്കിൽ അത് നിശ്ചയിച്ചത് അച്ഛനോ ഈ ഞാനോ ഒന്നുമല്ല, ഈശ്വരനാണ് നിശ്ചയിച്ചത്. അതിന്റെ പേരിൽ അയാൾ ജീവന്റെ അപകടത്തിലാവും എന്ന് വന്നാൽ, ജീവിതം അഴിക്കുള്ളിലാവും എന്ന് വന്നാൽ, അതേ ഈശ്വരൻ തന്നെ എനിക്കതിനുള്ള വഴി കാണിച്ചു തരും എന്ന് വേദ വെല്ലുവിളിച്ച കാര്യമാണ് വേഗം ശങ്കർ നാരായണന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അപ്പൊ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദർശൻ ഹാജരാകും എന്ന്. എന്നിട്ട് വേദ നേരെ കോടതിയിലെ അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ്. അപ്പൊ രാധയൊക്കെ ഇരിക്കുന്ന സൈഡിലേക്ക് മാറി വേദയും അവിടെ പോയിരുന്നു. അപ്പൊ പിന്നെ വിളിക്കാൻ പറ്റില്ല. സോറി ഫോർ ഡിലേ യുവർ ഓണർ, ഒരു പ്രൂഫ് കളക്ട് ചെയ്യേണ്ട ആവശ്യത്തിനായിട്ട് ഒന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ടാ സാർ വെയിറ്റ് ചെയ്തേണ്ടി വന്നത്. കാപ്പ ചുമത്തിയ പ്രതിയാണല്ലോ വക്കീലെ. അപ്പൊ പിന്നെ 2 ആഴ്ച റിമാൻഡിൽ കിടക്കട്ടെ, എന്നിട്ടാവാം ഹിയറിംഗ് എന്ന് പറഞ്ഞു. അത് പറ്റില്ല, സോറി യുവർ ഓണർ എന്ന് പറഞ്ഞു. പ്രതിക്കെതിരെ വ്യക്തിവിരോധം കൊണ്ടോ അതോ മറ്റാരുടെയോ പ്രേരണ കൊണ്ടോ ആയിരിക്കണം ഇൻസ്പെക്ടർ ഈ നിയമം ചുമത്തിയിരിക്കുന്നത് എന്നായിരുന്നു ഇൻസ്പെക്ടർക്കെതിരെയുള്ള കുറ്റം. അപ്പൊ പിന്നെ പ്രേരണയോ? ആരുടെ പ്രേരണ എന്ന് ചോദിച്ചു. സമൂഹത്തിൽ ഉന്നതിയിലിരിക്കുന്ന ആരുടെയെങ്കിലും പ്രേരണ. അപ്പൊ വേഗം ശ്രീകാന്തിനെ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ജഡ്ജ് ശങ്കർ നാരായണൻ. അപ്പൊ ഒന്നും മിണ്ടിയില്ല. അത് ഈ കോടതിയുടെ പരാമർശ വിഷയമല്ലാത്തത് കൊണ്ട് പ്രതിക്കെതിരെയുള്ള കേരള ആന്റി സോഷ്യൽ ആക്ട് പ്രിവെൻഷൻ ആക്ട് പ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന് നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പ്രതി കുറ്റകൃത്യം ചെയ്യാത്തത് കൊണ്ട് ജാമ്യം അനുവദിക്കണം എന്ന് കോടതി മുമ്പാകെ ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഒന്നും മിണ്ടാതെ നിൽക്കാണ് വിക്രം. ഈ വേദയാണെങ്കിലോ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച ശ്രീകാന്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാം നശിപ്പിച്ചല്ലോ അവസാന നിമിഷം എന്നുള്ള മട്ടില്. വേദ നല്ല അഭിമാനത്തോടു കൂടി തന്നെയാണ് ആളിരിക്കുന്നത് കേട്ടോ. തന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ തനിക്കറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് വേദയുടെ മുഖത്തുണ്ട്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ പറയണോ എന്റെ അമ്മോ, അത് കാണാൻ കാത്തിരിക്കുക തന്നെ ചെയ്യണം കേട്ടോ. നമ്മുടെ ജസ്റ്റിസിന്റെയും ശ്രീകാന്തിന്റെയും സാബു സാറിന്റെയും മുന്നിൽ കൂടെ നമ്മുടെ വിക്രത്തിന്റെ കൈയും പിടിച്ച് വേദ ഇറങ്ങിപ്പോന്നൊരു പോക്കുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.